ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ഇന്ത്യയെ പടുകുഴിയിൽ തള്ളിവിടുമോ ട്രംപ്? സാമ്പത്തിക വളർച്ച മാന്യഭീതിയിലോ? നിലവിലെ ഇടവിട്ടുള്ള സ്വർണ്ണ വിലയിടിവിൽ ആശ്വസിക്കാനാകുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ട്രംപിന്റെ താരിഫ് നയങ്ങൾ മന്ദഗതിയിലുള്ള ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് തലവേദനയാകുമെന്ന ഉറപ്പായിരിക്കുകയാണ്. കൂടുതൽ ആഴത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇന്ത്യ നീങ്ങുമെന്ന സൂചനയാണ് ഉയരുന്നത്. നരേന്ദ്രമോദിയുടെ വൈറ്റ് ഹൌസ് സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ വ്യാപാര പങ്കാളികൾക്ക് താരിഫ് ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചത്. മന്ദഗതിയിലുള്ള സമ്പദ്വ്യവസ്ഥയും മന്ദഗതിയിലുള്ള ആവശ്യകതയും ഇതിനകം തന്നെ സമ്മർദ്ദത്തിലായിരിക്കുന്ന ഇന്ത്യക്ക് ഇതിലും വലുതൊന്നും വരാൻ സാധ്യതയില്ല. ഇന്ത്യ യുഎസുമായി വലിയ വ്യാപാര ബന്ധം പുലർത്തുന്നുണ്ട്. അത്തരം ചർച്ചകളും സൈനിക എണ്ണ വാങ്ങലുകളും മാന്ദ്യത്തിലൂടെ കടന്നുപോകുന്നത് സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചേക്കും. മാർച്ചിൽ അവസാനിക്കുന്ന വർഷത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ 6.4% വളരുമെന്ന പ്രതീക്ഷയുമുണ്ട്. 4 വർഷത്തിനിടയിലെ ഏറ്റവും മന്ദഗതിയിലുള്ള വളർച്ചയാകുന്നത്. സാധാരണക്കാരുടെ വരുമാനം ഇപ്പോഴും നികുതി പരിധിക്ക് താഴെയാണെന്നതിനാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവുകളോട് ഇന്ത്യക്കാരിൽ ബഹുഭൂരിപക്ഷത്തിന് പര്യാപ്തമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. നിലവിലെ സാമ്പത്തിക വളർച്ചയിൽ തൊഴിലില്ലായ്മ ഉയർന്ന തോതിൽ വളരുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുകയും സാധാരണക്കാരിലേക്ക് എത്തുന്ന തരത്തിൽ ആ വരുമാനം നന്നായി വിതരണം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യക്ക് കരകയറാനുള്ള മാർഗങ്ങളിൽ പ്രധാനം. ഓരോ ദിവസവും പ്രതീക്ഷയോടെയാണ് ലോകം സ്വർണ്ണ വിപണിയെ നോക്കിക്കാണുന്നത്. കുതിച്ചുയരുന്ന വിലയിൽ ചില ദിവസമെങ്കിലും ഒരൽപ്പം ആശ്വാസം നൽകുന്ന വാർത്തകളും സ്വർണ്ണ ലോകത്ത് നിന്ന് ഉയരുന്നുണ്ട്. പണിക്കൂലിയും GSTയും അടക്കം ഉൾപ്പെടുത്തി കേരളത്തിൽ 1 പവൻ സ്വർണം വാങ്ങാൻ ഏതാണ്ട് 69,487 രൂപ നൽകണം. 1 ഗ്രാം സ്വർണത്തിന് 8,686 രൂപയും. പവന് 280 രൂപ കുറഞ്ഞത് കാര്യമായ നേട്ടമൊന്നും ഉപഭോക്താക്കൾക്ക് നൽകിയില്ലെന്ന് ഉറപ്പ്. രാജ്യാന്തര സ്വർണ്ണവില ലാഭമെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എക്കാലത്തെയും ഉയരമായ $2,954 നിന്ന് $2,925 താഴ്ന്നതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇന്നും മെച്ചപ്പെടുമെന്ന സൂചന നൽകുന്നതുമാണ് കേരളത്തിലും വില കുറയാൻ വഴിയൊരുക്കിയത്. തൽക്കാലം പലിശ നിരക്ക് കുറയ്ക്കേണ്ടതില്ലെന്ന അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ നീക്കം സ്വർണ്ണവിലയെ താഴോട്ട് നയിച്ച മറ്റൊരു ഘടകമാണ്. ട്രംപിന്റെ നയങ്ങൾ മൂലം രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര ബന്ധങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ എന്നിവ വഷളാകുകയും ലോകവ്യാപാര മേഖല തിരിച്ചടി നേരിടുകയും ചെയ്താൽ സ്വർണ്ണവില വീണ്ടും കൂടാനാണ് സാധ്യതയെന്നാണ് നിരീക്ഷകർ ആവർത്തിക്കുന്നത്. കാർഷിക വിപണിയിൽ അടുത്ത വാരം ആഗോള റബ്ബർ ഉൽപാദന രാജ്യങ്ങൾ ഓഫ് സീസണിലേക്ക്. ടയർ വ്യവസായികളുടെ തണുപ്പൻ മനോഭാവം വിലക്കയറ്റത്തിന് തടസ്സമാകുന്നു. നാളികേര വില കുറച്ച് ചരക്ക് സംഭരിക്കാനുള്ള വൻകിട മില്ലുകാരുടെ നീക്കം പാളി. വിപണികളിൽ പച്ചത്തേങ്ങ ലഭ്യത കുറഞ്ഞു. ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കാൻ കുരുമുളക് കർഷകർ പുതിയ ചരക്ക് വിൽപ്പനയ്ക്കിറക്കുന്നു. ഏഷ്യൻ റബ്ബർ ഉൽപാദന രാജ്യങ്ങൾ ടാപ്പിംഗിൽ നിന്നും താൽക്കാലികമായി പിന്മാറുന്നു. പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് റബ്ബർ വെട്ട് നിർത്തിവെക്കാൻ കാർഷിക മേഖലയെ നിർബന്ധിതമാക്കിയത്. പുതിയ സാഹചര്യത്തിൽ ജൂൺ വരെയുള്ള കാലയളവിൽ റബ്ബറിന് വിൽപ്പനക്കാർ കുറയുമെന്നത് വിലക്കയറ്റത്തിന് വഴിതെളിയിക്കാം. തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ കരുതൽ ശേഖരം കുറഞ്ഞതിനാൽ ഓഫ് സീസണിലെ ബൈയിങ് ഉയർന്ന വിലയ്ക്ക് വഴിതെളിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് തായ്ലൻഡിലെ വൻകിട റബ്ബർ എസ്റ്റേറ്റുകൾ. രാജ്യാന്തര അവധി വ്യാപാര രംഗത്ത് കാര്യമായ വാങ്ങൽ താൽപര്യം പല അവസരങ്ങളിലും ദൃശ്യമായില്ല. വ്യാവസായിക മാന്ദ്യം മുൻനിർത്തി ഒരു വിഭാഗം ഊഹക്കച്ചവടക്കാർ ബാധ്യതകൾ ഒഴിവാക്കാൻ നടത്തിയ നീക്കം റബ്ബർ വിലയിൽ നേരിയ ചാഞ്ചാട്ടമുളവാക്കി. വേനൽ കനത്തതോടെ കേരളത്തിലും റബ്ബർ വെട്ട് മന്ദഗതിയിലാണ്. ചൂട് ശക്തമായതോടെ വൻകിട തോട്ടങ്ങളിൽ ടാപ്പിംഗ് സ്തംഭിച്ചു. ഉത്തരേന്ത്യയിലെ ചെറുകിട റബ്ബർ അധിഷ്ഠിത വ്യവസായികൾ വിപണിയിൽ നിലയുറപ്പിച്ച് 5ാം ഗ്രേഡ് റബ്ബർ പരമാവധി ശേഖരിക്കാൻ ഉത്സാഹിക്കുന്നുണ്ട്. വൻകിട ടയർ നിർമ്മാതാക്കൾ വിപണി വില ഉയർത്താതെ ചരക്ക് സംഭരണത്തിന് നീക്കം തുടരുന്നതിനാൽ വലിയ പങ്ക് കർഷകരും വിൽപ്പനയിൽ നിന്നും പിന്തിരിഞ്ഞു. ചില കർഷക സംഘടനകൾ 200 രൂപയിൽ കുറച്ച് ഷീറ്റ് വിൽപ്പന നടത്തില്ലെന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും ടയർ ലോബി 190-ൽ കൂടിയ വില വാഗ്ദാനം ചെയ്യാതെ അകന്നുമാറിയെങ്കിലും വാരാന്ത്യ നിരക്ക് 191 രൂപയാക്കി. ആഗോള കുരുമുളക് ഉൽപാദനം നടപ്പുവർഷം കുറയുമെന്ന് വിയറ്റ്നാം പെപ്പർ ആൻഡ് സ്പൈസസ് അസോസിയേഷൻ.
പ്രതികൂല കാലാവസ്ഥയിൽ ഇന്ത്യ അടക്കമുള്ള മുഖ്യ ഉൽപാദന രാജ്യങ്ങളിൽ വിളവ് കുറയുമെന്നാണ് വിലയിരുത്തൽ. 2024 2.5 ലക്ഷം ടൺ കുരുമുളക് വിയറ്റ്നാം ഷിപ്മെന്റ് നടത്തി. ഉയർന്ന വില കണ്ട് കർഷകർ കരുതൽ ശേഖരത്തിലുള്ള കുരുമുളക് പോലും വിറ്റുമാറാൻ ഉത്സാഹിച്ചു. അടുത്ത വിളവെടുപ്പ് വരെ ഉയർന്ന തലത്തിൽ കുരുമുളക് നീങ്ങും. തൽക്കാലം ഇന്ത്യൻ കർഷകർക്ക് മുന്നിൽ ഇറക്കുമതി ഭീഷണി മുഴക്കാൻ വ്യവസായികൾക്കാവില്ല. സംസ്ഥാനത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഉൽപാദകർ വിളവെടുപ്പിന്റെ തിരക്കിലാണ്. ഇതിനിടയിൽ സീസൺ ആരംഭം മുൻനിർത്തി ഉത്തരേന്ത്യൻ വാങ്ങലുകാർ കുരുമുളക് വില പിന്നിടുന്ന വാരം ക്വിന്റലിന് 700 രൂപ ഇടിച്ച് 65,200 ശേഖരിച്ചു. ഉയർന്ന കാർഷിക ചെലവുകളും ബാങ്ക് വായ്പാ കാലാവധികൾ അടുക്കുന്നത് മുൻനിർത്തി പണം തിരിച്ചടവിനുള്ള നീക്കത്തിലാണ് ചെറുകിട കർഷകർ. സാമ്പത്തിക ബാധ്യതകൾ ലഘൂകരിക്കാൻ വിവിധ ഭാഗങ്ങളിലെ ഉൽപാദകർ മുളക് വിൽപ്പനയ്ക്ക് ഇറക്കുന്നുണ്ട്. ഏലം ഉൽപാദന മേഖല ഓഫ് സീസണിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിലും ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചരക്ക് വരവ് ശക്തമാണ്. ലഭ്യത ഉയർന്നതിനാൽ നിരക്ക് ഉയർത്താതെ ചരക്ക് ലേല കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിക്കാൻ വാങ്ങലുകാർ മത്സരിച്ചു. ശരാശരി ഇനങ്ങൾക്ക് കിലോ 3000 രൂപയുടെ താങ്ങ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. മികച്ച ഇനങ്ങൾ 3200 രൂപ റേഞ്ചിൽ നീങ്ങി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച ഓർഡറുകൾ മുൻനിർത്തി കയറ്റുമതിക്കാർ ഏലക്ക സംഭരിക്കുന്നുണ്ട്. നാളികേരോൽപ്പന്നങ്ങളുടെ ലഭ്യത വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഇനിയും ഉയർന്നില്ല. സംസ്ഥാനത്ത് വിളവെടുപ്പിന് തുടക്കം കുറിച്ച് 1.5 മാസം പിന്നിടുമ്പോഴും കൊപ്രയാട്ട് വ്യവസായികൾ ചരക്ക് ക്ഷാമത്തിൽ നട്ടം തിരികെയാണ്. ഇതിനിടയിൽ കൊപ്രയാട്ട് മില്ലുകാർ വെളിച്ചെണ്ണ വില ഉയർത്തിയെങ്കിലും കൊപ്ര വില ഉയർത്താൻ അവർ തയ്യാറായില്ല. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. OnePlus ആരാധകർക്ക് നിരാശയുടെ വർഷമാണ് 2025. കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ മടക്കാവുന്ന ഫോൺ വിപണിയിലെത്തിക്കാനുള്ള പദ്ധതി ഈ വർഷവും ഉണ്ടാകില്ല. ഒപ്പോയുടെ വരാനിരിക്കുന്ന ഫൈൻഡ് N5ന്റെ റീബ്രാൻഡഡ് പതിപ്പ് OnePlus അവതരിപ്പിച്ചേക്കുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ വർഷം ഫോൾഡബിൾ പുറത്തിറക്കേണ്ടതില്ലെന്നാണ് നിലവിൽ കമ്പനിയുടെ തീരുമാനം. വിപണിയിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് ശ്രദ്ധാപൂർവമാണ് ഓരോ വിഷയങ്ങളും പരിഗണിക്കുന്നത്. നിലവിലെ വെല്ലുവിളികളും മാനദണ്ഡങ്ങളും വിലയിരുത്തി ഫോൾഡബിൾ അവതരിപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നാണ് കമ്പനിയുടെ വിശദീകരണം. നൂതന സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുടെ നിര തന്നെ പുറത്തിറക്കാനുള്ള നീക്കത്തിലാണ് ഹ്യുണ്ടായി. EV വ്യവസായത്തിൽ കരുത്തു തെളിയിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ് കമ്പനി. പുതിയതും നൂതനവുമായ ബാറ്ററികൾ പുറത്തിറക്കി ആഗോള ഇലക്ട്രിക് വാഹന വിപണിയെ കീഴടക്കാൻ ഹ്യുണ്ടായി തയ്യാറെടുക്കുകയാണ്. ഈ മാർച്ചിൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുടെ ആദ്യഘട്ടം അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ഒറ്റ ചാർജിൽ കൂടുതൽ റേഞ്ച്, വേഗത്തിലുള്ള ചാർജിംഗ്, കുറഞ്ഞ തീപിടുത്ത സാധ്യത എന്നിവ നൽകാനുള്ള മികവ് മൂലം സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളെ സ്വപ്ന EV ബാറ്ററികൾ എന്നാണ് വിളിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ EV വ്യവസായത്തിലെ മാറ്റത്തിന് ഇതോടെ തുടക്കം കുറിക്കുമെന്നാണ് ഹ്യുണ്ടായിയുടെ പ്രതീക്ഷ. EV ബാറ്ററിയിൽ മുന്നേറാനുള്ള നീക്കങ്ങൾ 2023 CEO നിക്ഷേപ ദിന പരിപാടി മുതൽ തുടങ്ങിയതാണ്. 2026 മുമ്പ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. വിനോദവാരം. സിനിമാ പ്രേമികളുടെ പ്രിയങ്കരിയായ നടിയാണ് അനുപമ പരമേശ്വരൻ. അനുപമയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. മലയാളം, തെലുങ്ക്, തമിഴ് സിനിമകളിലെ ശ്രദ്ധേയമായ പ്രകടനത്തിലൂടെ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നായികയാണ് അനുപമ പരമേശ്വരൻ. പ്രേമത്തിലെ മേരി ജോർജിന്റെ വേഷത്തിലൂടെ അനുപമ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്യാനുള്ള കഴിവ് അവരെ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പ്രിയപ്പെട്ട നടിയാക്കി മാറ്റി. അനുപമയുടേതായി അണിയറയിൽ ഒട്ടേറെ ചിത്രങ്ങളാണ് ഒരുങ്ങുന്നത്. അനുപമ നായികയാകുന്ന ദ്വിഭാഷാ ചിത്രമാണ് പർദ്ദ. പ്രവീൺ കാന്ത്രകുലെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ദർശന രാജേന്ദ്രൻ, സംഗീത എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പ്രവീൺ നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ചിത്രത്തിൽ അഭിഭാഷകനായി സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കക്ഷിയായ ജാനകിയായി അനുപമയും അഭിനയിക്കുന്നു. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നീതിയുടെയും സാമൂഹ്യ പ്രശ്നങ്ങളുടെയും വിഷയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ശക്തമായ നിയമ പോരാട്ടമാണ് കഥ. അനുപമ പരമേശ്വരനും ഷറഫുദ്ദീനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പ്രനീഷ് വിജയൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദ പെറ്റ് ഡിറ്റക്റ്റീവ്. ഏപ്രിൽ 25 ചിത്രം തിയേറ്ററുകളിലെത്തും. അശ്വത് മാരിമുത്തു സംവിധാനം ചെയ്യുന്ന തമിഴ് കോമഡി ചിത്രമാണ് ഡ്രാഗൺ. പ്രദീപ് രംഗനാഥൻ ടൈറ്റിൽ റോളിലെത്തുന്ന ചിത്രത്തിൽ അനുപമ പരമേശ്വരൻ, കായഡു ലോഹർ എന്നിവരും അഭിനയിക്കുന്നു. ഇനി പ്രധാന ഇവന്റുകൾ. കൊച്ചിയിലെ ഏറ്റവും വലിയ ഹോളി സെലിബ്രേഷൻ ഹോളി 2025 മാർച്ച് 15 ശനിയാഴ്ച കൊച്ചി കാസിനോ ഹോട്ടലിൽ.
സീസൺ 3 പിങ്ക് 10K ചാലഞ്ച് കൊച്ചി മാരത്തൺ മാർച്ച് 23-ന്. മഹാരാജാസ് കോളേജ് മുതൽ മറൈൻ ഡ്രൈവ് വരെ സ്തനാർബുദത്തിനെതിരെ ബോധവൽക്കരണമാണ് ലക്ഷ്യം. ഇതോടെ ബിസിനസ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.